വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് വിവാദത്തിൽ വിമർശന ചൂടിലും നിലപാട് മാറ്റാതെ വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച മുഖ്യമന്ത്രി. മദ്യത്തിന്റെ നികുതി ഇളവ് ഉൾപ്പെടുത്തി ധനബിൽ പാസാക്കും. വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിൽക്കണമോ എന്നത് പിന്നീട് മദ്യനയത്തിൽ തീരുമാനിക്കും. അതേസമയം മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തിനെതിരെ മതരാഷ്ട്രീയ സാമുദായിക സംഘടനകൾ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. മദ്യത്തിന് നികുതി കുറച്ചാൽ വി ഡി സതീശൻ സർക്കാരിന്റെ അന്ത്യമായിരിക്കുമെന്ന് സമസ്ത മുന്നറിയിപ്പ് നൽകി. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കരുതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമം ദിനപത്രവും സർക്കാർ നിലപാടിനെതിരെ ഇന്ന് രംഗത്തെത്തി. വിമർശനങ്ങൾ ഉയർന്നിട്ടും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിർദ്ദേശവുമായി മുന്നോട്ടു പോകാൻ വി ഡി സതീശൻ തയ്യാറാകുന്നത് എന്തുകൊണ്ട്? നികുതി നിർദ്ദേശത്തിന്റെ സാഹചര്യം ഘടകകക്ഷി നേതാക്കളെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്കാകുമോ? കാണാം RDX റാപ്പ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിനെതിരെ സാമുദായിക രാഷ്ട്രീയ സംഘടനകളുടെ വിമർശനം ഇന്നും തുടർന്നു. മദ്യത്തിന് നികുതി കുറച്ചാൽ വി ഡി സതീശൻ സർക്കാരിന്റെ അന്ത്യമായിരിക്കുമെന്നാണ് സമസ്തയുടെ പ്രതികരണം. EK വിഭാഗം അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മദ്യനയത്തിലെ ഈർഷ്യ തുറന്നു പറഞ്ഞു. ഒരു പടി കൂടി കടന്ന് അതിരൂക്ഷ ഭാഷയിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള പത്രത്തിന്റെ വിമർശനം. ലഹരി മാഫിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഭരണകൂടം മദ്യവ്യാപനത്തിന് ഒത്താശ ചെയ്യുകയാണ്. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി വി ഡി സതീശ് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും മാധ്യമം പത്രം വ്യക്തമാക്കി. എന്നാൽ UDF ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. അതേവേളയിൽ തന്നെ ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പതിവുകൾക്ക് വിരുദ്ധമായി സർക്കാർ നയം സംബന്ധിച്ച ഒരു തർക്ക വിഷയത്തിൽ സ്പീക്കർ നിലപാട് തുറന്നു പറഞ്ഞു. ജനസമൂഹത്തിന്റെ ശബ്ദം UDF കേൾക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം വിവാദങ്ങൾക്കിടയിലും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിർദ്ദേശവുമായി മുന്നോട്ടു പോകാനാണ് വി ഡി സതീശന് തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരം. RDX റാപ്പ്, ന്യൂസ് മലയാളം. മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിൽ ജനങ്ങളുടെ ശബ്ദം UDF കേൾക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിലും UDF-ലും ചർച്ച ചെയ്യാതെ നികുതി ഇളവ് നടപ്പാക്കില്ലെന്ന് മന്ത്രി AP അനിൽകുമാറും വ്യക്തമാക്കി. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ്. ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് ലീഡർഷിപ്പ് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉൾക്കൊള്ളും. മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ട് മാത്രമേ വീര്യം കുറഞ്ഞ മദ്യം സംബന്ധിച്ച നയം നടപ്പാക്കൂ എന്ന് മന്ത്രി K മുരളീധരനും പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം എങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകുമെന്നും K മുരളീധരന്റെ ന്യായീകരണം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇഷ്ടം പോലെ കൊടുത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്തിനാ കൊടുക്കുന്നതിനാ. അല്ലാതെ ഈ സ്ഥിരം കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തായാലും കുടിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കുടിച്ച് എന്താ പറയേണ്ടത്, ദുരന്തം ഉണ്ടാക്കും. VM സുധീരനെതിരെ ഒളിയമ്പുമായി മുൻ എക്സൈസ് മന്ത്രി K ബാബുവും രംഗത്തെത്തി. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അത്തരം ആളുകളുടെ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. അവർ ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിനെയും സഹായിക്കുന്നു എന്നാണ് കരുതേണ്ടതെന്നും K ബാബുവിന്റെ പരിഹാസം. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ ഇതിനകത്ത് എല്ലാവർക്കും പറയാം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന സമയത്തും ചിലരെല്ലാം അവരവരുടെ നിലപാടുകളുമായിട്ട് വന്നു. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ നടക്കുമ്പോൾ കഴിഞ്ഞ് എനിക്കിതിനകത്തൊരു അത്ഭുതമില്ല. കാരണം ഇത് നേരത്തെ ഞാൻ കുറേ അനുഭവിച്ചതാണ്. ഇപ്പോൾ ആ ആളുകളൊക്കെ തന്നെ പലരുമാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ വിലയിരുത്താൻ ഞാൻ പറ്റിയ ആളല്ല. അദ്ദേഹം എത്രയോ ഉന്നതനാണ്. ആ ഉന്നതനായ ഒരാൾ പറയുന്നതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ കമൻറ്റ് ചെയ്യണം? ഞാനാണെങ്കിൽ ഈ സ്ഥാനങ്ങളിലൊന്നും ഉള്ള ആളല്ല. മദ്യത്തെയും മയക്കുമരുന്നിനെയും പ്രോത്സാഹിപ്പിക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാടെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സർക്കാരിന് ഇഷ്ടമുള്ള നയം കൊണ്ടുവരാമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നടപ്പാക്കിയാൽ വി ഡി സതീശൻ സർക്കാരിന്റെ അന്ത്യമാകുമെന്നായിരുന്നു SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ പ്രതികരണം. ഇസ്ലാമിൻ്റെ നിലപാട് മദ്യം ഒരു നിലക്കും, മദ്യം തന്നെ ഒരു മയക്കുമരുന്ന് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല. അവർക്ക് സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം. ഇത് നമ്മുടെ നാടിനെ നശിപ്പിക്കും.
അതുകൊണ്ട് തന്നെ UDF മുന്നണി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ മദ്യം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമെടുക്കാൻ 1% പോലും സാധ്യതയില്ല. അങ്ങനെ വല്ല തീരുമാനവും എടുത്താൽ അന്ന് ഈ പറഞ്ഞ കക്ഷികളുടെയൊക്കെ അന്ത്യമായിരിക്കുമെന്ന് തീർത്ത് നമുക്ക് പറയാൻ കഴിയും. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കരുതെന്നായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ മുന്നറിയിപ്പ്. പൊതുസമൂഹത്തിൽ നിന്നുയർന്ന വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അത് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി നീക്കിവെച്ചത് വളരെ ഭാവാത്മകമായൊരു തീരുമാനമാണ്. മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനോട് ഞങ്ങൾ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. മദ്യത്തിന് അനുകൂലമായ ഒരു നിലപാടും ഈ പൊതുസമൂഹം സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിലും വിൽപ്പനയിലും ഇടത് സർക്കാരിന്റെ കാലത്ത് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ UDFൽ ചർച്ച ചെയ്യാതെ ബജറ്റിൽ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തിയത് മുഖ്യമന്ത്രി VD സതീശന്റെ ഇരട്ടത്താപ്പാണെന്നും ആരോപണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചില്ല. അതായത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനെ സംബന്ധിച്ചോ വിൽക്കുമ്പോഴുണ്ടാകുന്ന നികുതി കുറവിനെ സംബന്ധിച്ചോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തതേയില്ല. നികുതി 120% കുറച്ച് വലിയ ലാഭം ഉണ്ടാക്കാൻ ഈ പറയുന്ന കമ്പനിക്ക് അനുവാദം നൽകുക എന്നുള്ളതാണ്. ആ ഉന്നം വെച്ചുകൊണ്ടാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കന്മാരോട് പോലും ചർച്ച ചെയ്യാതെ UDFൻ്റെ നേതാക്കന്മാരോട് പോലും ചർച്ച ചെയ്യാതെ നേരിട്ട് അവിടെ ബഡ്ജറ്റായിട്ട് അവതരിപ്പിക്കും. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ മദ്യനയമാണ് അവസാന വാക്കെന്ന് എക്സൈസ് മന്ത്രി M ലിജു പറഞ്ഞു. നയം വരുന്നതിനു മുൻപ് അപേക്ഷ കിട്ടിയാൽ നിഷേധിക്കും. VM സുധീരൻ അഭിപ്രായം പറയുന്നതിൽ എന്താണ് തെറ്റെന്നും M ലിജുവിന്റെ ചോദ്യം. ഇപ്പോൾ നിലവിൽ ഈ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു ബ്രാൻഡ് രജിസ്ട്രേഷന് ഒരു അപേക്ഷ സംസ്ഥാന എക്സൈസ് വകുപ്പിന് മുമ്പിൽ വന്നാൽ സംസ്ഥാന എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ പോളിസി വ്യക്തമാണ്. അതിന് അനുമതി നിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. ഒരു മുന്നണി അധികാരത്തിൽ വന്നു, ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെ ഒരു പോളിസി പ്രഖ്യാപിക്കപ്പെടും. ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരും. ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രസക്തിക്ക് അപ്പുറത്ത് UDF എടുക്കുന്ന നിലപാട്. ഏറ്റവും ഒടുവിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണെങ്കിൽ ഒരു ഇഞ്ച് പിറകോട്ടില്ല VD സതീശൻ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കും. മുന്നണിയിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങളിലേക്കും ഇത് നീങ്ങും എന്നുള്ളൊരു സൂചനയാണല്ലോ നമുക്കിപ്പോഴുള്ളത്. അതെ, അതിനകത്ത് ഇപ്പോൾ VD സതീശന് ചെയ്യാവുന്നതിലെ ഒരു നിലപാട് അത് തന്നെയാണ്. കാരണം അദ്ദേഹം ധനബില്ലിൽ ഇത് അവതരിപ്പിക്കരുതെന്ന് VM സുധീരനെ പറഞ്ഞതിനെ സമ്മതിച്ചു കൊടുത്താൽ പിന്നെ സമ്പൂർണ്ണമായുള്ളൊരു പിൻവാങ്ങലായിരിക്കും. അതിപ്പോൾ വന്നിട്ട് 2 മാസമാകുന്നതിന് മുമ്പേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് 102 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്ന അതിശക്തമായിട്ടുള്ള ഒരു മാൻഡേറ്റ് ഉള്ളൊരു മുഖ്യമന്ത്രി എന്ന നിലക്ക് വൻ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം കണക്കാക്കുന്നുണ്ടാകണം. അതുകൊണ്ടാകണം ഇനിയിപ്പോൾ അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു നിലപാടുണ്ടായിട്ടുണ്ടാവുക. പിന്നെ VM സുധീരന് ഉള്ളത്രക്ക് ശക്തമായിട്ടുള്ള എതിർപ്പ് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും ഉണ്ടാകുമോ എന്നും നമുക്കറിയില്ല. VM സുധീരനാണ് ഇപ്പോൾ അങ്ങനെ ശക്തമായിട്ട് ഇത് പാടേയില്ല, ഇത് ഒട്ടും പാടില്ല എന്നൊരു നിലപാട് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് ഞാൻ അധികം വിശദമായിട്ട് പോകുന്നില്ല ശ്യാമലി. പക്ഷേ എന്നാലും ഇതിനകത്തുള്ള ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യം നാട്ടിലേക്ക് വരുന്നതിൽ 2 അഭിപ്രായം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. നമ്മളിപ്പോൾ കാണുന്ന എതിർപ്പ് മാത്രമൊന്നുമല്ല, അനുകൂലമായിട്ട് നിലപാടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഞാനും ഹർഷനും സംസാരിക്കുമ്പോൾ ഹർഷന് വീര്യം കുറഞ്ഞ മദ്യം നാട്ടിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുള്ള അഭിപ്രായമല്ല പൊതുവിലുള്ളത്. ഞാൻ പറയുന്നത് അതിന് ഇപ്പോൾ വീര്യം കൂടിയ മദ്യവും ഒക്കെ ലീഗലി വിറ്റഴിക്കുന്ന ഒരു സംസ്ഥാനത്ത് മറ്റു രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ഇങ്ങനൊരു കാര്യം ജ്യൂസ് പോലെ കുടിക്കാവുന്നൊരു കാര്യം വരുന്നതിൽ എന്താണ് പിശക്, അത് ഒരു വരുമാന മാർഗ്ഗമല്ലേ എന്നൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എനിക്കും അതിനോട് ആ അർത്ഥത്തിൽ വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്തിനാണിപ്പോൾ ഒരു ആവശ്യമുണ്ടോ എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. അങ്ങനെ ഈ 2 അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ 2 അഭിപ്രായം ശ്യാമലിക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ 2 അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഉണ്ടാകും. അത് ഇപ്പോൾ അതുകൊണ്ട് ഇതിപ്പം വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്തേക്ക് വരുന്നതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം അതിനുള്ള നികുതി ഇളവ് കൊടുത്തതാണ്. അതുമാത്രമല്ല പ്രശ്നം, അത് ഒറ്റ വ്യക്തി തീരുമാനിച്ചു നടപ്പാക്കി എന്നുള്ളതാണ്. അതായത് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു സർക്കാർ വരുന്നു, സർക്കാരിനൊരു മദ്യനയം ഉണ്ടാവുകയും ആ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ടും പഴയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യുക എന്നതിന് പകരം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ബജറ്റ്, അദ്ദേഹം തന്നെയാണ് ധനകാര്യമന്ത്രിയും, ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഈ വകുപ്പിൻ്റെ മന്ത്രിയോട് പോലും ഒന്നും സംസാരിക്കാതെ, അവരുടെ പാർട്ടിക്കകത്തൊരു കൂടിയാലോചന പോലും നടത്താതെ, അവരുടെ മുന്നണിയിലെ നേതാക്കളോടൊരു വർത്തമാനം പോലും പറയാതെ
ഇദ്ദേഹം VD സതീശൻ മഹാനായിട്ടൊരു നേതാവായിരിക്കാം, അദ്ദേഹത്തിന് കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടായിരിക്കാം, സ്വന്തം നിലക്ക് കാര്യങ്ങളൊക്കെ നടപ്പാക്കിയെടുക്കാമെന്ന ഉറച്ച ആത്മബോധമുള്ള ഒരാളായിരിക്കാം, വലിയ വായനയിലൂടെയും മറ്റുമൊക്കെ പറയുന്ന ഈ ഏരിയയെ കുറിച്ചൊക്കെ നല്ല അറിവൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് എല്ലാവരും എന്ന പോലെ അദ്ദേഹം ഒരൊറ്റ വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലൊരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇങ്ങനൊരു വിധി കിട്ടിയിട്ട് ഈ സർക്കാർ ആകെ വന്നിട്ട് എല്ലാവരുടേതുമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക, എല്ലാവരോടും വെറുതെ എങ്കിലും ഒന്ന് എക്സൈസ് മന്ത്രിയോടും ചോദിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊന്ന് കൂടിയാലോചന നടത്തുക, അത്തരം കാര്യങ്ങൾ ചെയ്യാതെ അദ്ദേഹം ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്തിട്ട് ഇങ്ങനെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ ഏരിയ ഓഫ് മദ്യം ഇങ്ങോട്ടേക്ക് ഇറക്കി വിടുകയും അതിന് നേർ പകുതിയോളം ടാക്സ് കുറച്ച് കൊടുത്തിട്ട്, നിലവിലുണ്ടായിരുന്ന ടാക്സ് ഇത്രമാത്രം കുറച്ച് കൊടുത്ത് 250 120 ആക്കിയിട്ട് കുറച്ചിട്ട് ആ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം. അദ്ദേഹം ഒറ്റക്കെടുത്തു. എന്താണ് ഇതിലെ പ്രശ്നം? അത്രേ ഇതിനകത്ത് പ്രശ്നമുള്ളൂ. അല്ലാതെ ഇപ്പം ഈ പറയുന്ന എന്താണ് ഇത്ര മദ്യം വരുന്നത്, ശരി, ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ച് ഇങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ നടക്കാവുന്നതാണല്ലോ. പിന്നെ ഇപ്പോൾ അതപ്പോൾ ഒരു പെശകാണ്, അതൊരു പെശകാണെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പക്ഷേ പെശകാണെങ്കിലും ഇപ്പോൾ ഇനി അതിൻ്റെ ഒന്ന് വല്ലാത്ത തോതിലെങ്കിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വൻ തിരിച്ചടിയാകുമല്ലോ എന്ന് അദ്ദേഹം കണക്കാക്കുന്നതുകൊണ്ടായിരിക്കണം ഞാൻ പിന്നോട്ടില്ല എന്നൊരു നിലപാട് ധനബില്ലൊന്നും കൊണ്ടുപോയിട്ടത് അവതരിപ്പിക്കാതിരിക്കാനും അങ്ങനെ അതുവഴി സമ്പൂർണ്ണമായിട്ട് ഈ കാര്യത്തിൽ പിൻവാങ്ങാനും അദ്ദേഹം തയ്യാറല്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഒന്ന്, ഈ പറയുന്ന പോലെ നമ്മുടെ UDFൻ്റെ മദ്യനയം എന്തായിരിക്കും എന്ന് അതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. ഇത് ഇത്രയും വലിയ വിഷയമായി പോയതുകൊണ്ട് ഒരുപക്ഷെ ഇതിലേക്ക് പോകേണ്ടതില്ല എന്ന് UDF ആകപ്പാടെ തീരുമാനമെടുക്കാനും മതി. ഇപ്പോൾ ലിജു വളരെ വ്യക്തമായിട്ട്, ലിജുവിൻ്റെ സ്റ്റാൻഡാണ് അതിനകത്ത്, മന്ത്രിയുടെ സ്റ്റാൻഡാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നാൽ ഞാൻ ഉറപ്പായിട്ട് നിഷേധിക്കും. കാരണം ഇപ്പോഴത്തെ മദ്യനയം അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. പക്ഷേ ഞങ്ങളൊരു മദ്യനയം പ്രഖ്യാപിച്ച് അതിനകത്തേക്ക് ഈ കാര്യം UDF മുന്നണിയുടെ നേതൃത്വം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ചർച്ച ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാം എന്നൊരു സംഗതിയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് UDFൻ്റെ തീരുമാനം എന്താകും എന്നതാണ് അടുത്ത കാര്യം. ഇപ്പോൾ VD സതീശൻ ഇങ്ങനെ അതിസാമർഥ്യം കൊണ്ടും അത്യധികമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടും ഞാൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഈ തീരുമാനത്തിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഇതൊരു കൂട്ടിക്കാഴ്ചയുടെയും ചർച്ചയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആലോചിച്ചിട്ട് വ്യക്തിപരമായിട്ടാണെങ്കിൽ ഒരു 2 കൂടിക്കാഴ്ചയൊക്കെ നടത്തി ഒരു സമവായത്തെത്തിയതിനു ശേഷമാണ് ഇത് വന്നിരുന്നതെങ്കിൽ ഇത്ര വലിയ വിഷയം ഇതാകുമായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇതൊരു വിഷയമാകുന്നതോട് കൂടിയിട്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഇതിപ്പോൾ സാധാരണ താരതമ്യേന മദ്യം വീര്യം കുറഞ്ഞ മദ്യമല്ലേ, അതും ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ വീര്യമുള്ളത് ഇവിടെ ഉണ്ടല്ലോ, അതങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിക്കുമായിരുന്ന ആളുകൾക്കും ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതായിട്ട് വരികയാണ്. ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്ക്, മുസ്ലിം ലീഗിന്, സഭയ്ക്ക്, ഇവർക്കെല്ലാം ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് വ്യക്തിപരമായിട്ടോ ഒന്നും വലിയ പ്രശ്നമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഇങ്ങനൊരു വലിയ വിഷയമായിട്ട് വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള 90% എതിർത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ UDF എന്ത് നിലപാടെടുക്കും എന്ന കാര്യം നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. പിന്നെയുള്ളൊരു കാര്യം, ഇന്ന് 2 പത്രങ്ങൾ, പ്രധാനപ്പെട്ട നമ്മുടെ 2 പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തോ കുഴപ്പം പിടിച്ച കാര്യങ്ങളുണ്ടായി എന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2017 തൊട്ട് ബക്കാടി ഇതിനു വേണ്ടി നടക്കുന്നുണ്ട്. 2017 തൊട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ വലിയ കാര്യം പോലെ ഇന്നിപ്പം MP ഗോവിന്ദ മാസ്റ്റർ വന്ന് വിശദീകരിച്ചു. അതായത് വീര്യം കുറഞ്ഞ മദ്യം വരാം എന്ന് വേണമെങ്കിൽ തത്വത്തിൽ തീരുമാനിക്കാം, ഈ പറയുന്ന പോലുള്ള അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിലെന്ത് ചെയ്യണം, വീര്യം കുറഞ്ഞ മദ്യം എന്ന് വെച്ചാൽ എന്താണ് എന്ന് ലീഗലി എന്ന് വെച്ചാൽ ഈ ചട്ടം എഴുതി വെക്കണമല്ലോ, അതിനകത്ത് ഇന്നതാണ് വീര്യം കുറഞ്ഞ മദ്യം, അത് ഒന്ന് നിർവചിക്കാൻ വേണ്ടിയിട്ടൊരു നോട്ട് അങ്ങോട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന പോലെ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെയും ഈ ബക്കാടി കമ്പനി ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ എന്താണ് ഇവർ 2015-16 കാലത്ത് തന്നെ ബക്കാടി താല്പര്യം എടുത്തിട്ട് 2017 ജൂണിൽ പിന്നെയും കത്ത് കൊടുത്തു. 2017 ജൂലൈയിൽ പിന്നെയും കത്ത് ആവർത്തിച്ചു. 2021 MP ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രിയായതോടെ വീണ്ടും അപേക്ഷ ആവർത്തിച്ചു. അപ്പോൾ അതിനാണ് സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെ ഒരു ദുഷ്ചിന്തയോടെ നോക്കിയാൽ മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടൊരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണ് നിർദ്ദേശങ്ങൾ, മറ്റു കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ എക്സൈസ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് കുട്ടികളെയും മറ്റുമൊക്കെ ബാധിക്കുന്നതാണ് എന്നൊരു നിലപാടാണ്. ഇപ്പോഴത്തെ നമ്മുടെ നയപ്രകാരം ഇത് ഗുണകരമാവുകയില്ല എന്നാണ് എക്സൈസ് കമ്മീഷണർ നോട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ 3-3.5 വർഷത്തോളം ഇങ്ങനെയൊക്കെ നടന്നുവെങ്കിലും 3, 4, 5 തവണ വർഷങ്ങളായിട്ട് ബക്കാടി ഇവർക്ക് അപേക്ഷ കൊടുത്തിട്ട് ആണുള്ളതെങ്കിൽ പോലും 2 എക്സൈസ് മന്ത്രിമാർ, ഒരാൾ മാറി മറ്റൊരാൾ വന്നിട്ട് പോലും ആ സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും നടത്തിയില്ല, ഒന്നും ചെയ്തില്ല, കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ഇങ്ങനൊരു സംഭവമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്, 3.5 വർഷക്കാലത്തോളം ഞങ്ങൾ ഒന്നും ചെയ്യാതെ ഇരുന്നിടത്ത്
3 ദിവസം കൊണ്ട് VD സതീശൻ ഈ പരിപാടി അങ്ങ് ചെയ്തു കളഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇത് ആകെ കുഴമറിച്ചിലുണ്ടാക്കിയത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയത് ശരിക്കും VD സതീശനാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പാകപ്പിഴയാണ് എന്നാണ് പൊതുവിൽ കാര്യങ്ങളെല്ലാം കണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുക. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു, ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ല, അതൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ PMC ആണെങ്കിലും ഇപ്പോൾ ഇതാണെങ്കിലും എല്ലാം ഈ പറയുന്ന പിണറായി സർക്കാർ അങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ UDF ഈ തീരുമാനമൊക്കെ എടുക്കുമ്പോഴേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള പത്രം, അവർ സ്വതന്ത്രമായിട്ടുള്ളൊരു പത്രമാണ്, ആ നിലക്കാണ് അവർ അത് എഴുതിയിരിക്കുന്നത് എഡിറ്റോറിയൽ. പക്ഷേ എന്നാലും ആ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം വലിയ തോതിൽ VD സതീശനെ വ്യക്തിപരമായിട്ടും UDF ആകപ്പാടെയും പിന്തുണച്ചിരുന്ന പത്രം ആ നിലക്കൊരു സ്റ്റാൻഡ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശന് മുന്നിലേക്ക് ഒരു കാര്യം വരും. അതായത് കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, 2 സർക്കാരുകൾ എടുത്ത നിലപാടുകളെ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ പിന്നെ ഇത്രയും വലിയ സമരം അവർക്കെതിരേക്ക് നടത്തിയിട്ട് അവരെ ഇത്രമാത്രം കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ഈ അധികാരത്തിൽ വന്ന കാര്യമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് UDFിലെ മറ്റ് ഘടകകക്ഷികൾ ചോദിക്കുമല്ലോ എന്തായാലും അദ്ദേഹത്തോട്. ഇതിപ്പം അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പം മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ സർക്കാർ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴും PMCയുടെ കാര്യത്തിലാണെങ്കിലും ആ സർക്കാർ അങ്ങനെ ചെയ്തു, അത് തന്നെയാണ് ഞാനും ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ സർക്കാരുകൾ ചെയ്യുന്നതാണ് ഇദ്ദേഹം ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? കേരളത്തിൽ 3ാം പിണറായി സർക്കാരാണ്, പക്ഷേ അതിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയായിട്ട് VD സതീശനാണ് ഉള്ളത് എന്നൊരു തോന്നലേ ഉണ്ടാവുക. VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു 3ാം പിണറായി സർക്കാരിനെ കൊണ്ടുവരാനല്ലോ ഈ UDFിൻ്റെ ഘടകകക്ഷികളും ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന സകലമാന മഴവിൽ മുന്നണികൾ ഈ പിണറായി സർക്കാരിനെ വീഴ്ത്തിയിട്ട് ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ VD സതീശൻ മറ്റവർ ചെയ്താണ് ഞാൻ തുടരുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത്ര ഗുണകരമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണണം അല്ലേ? തീർച്ചയായും ഇത് സനിചേട്ടൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ഒറ്റയ്ക്കുള്ളൊരു തീരുമാനം, ഏകപക്ഷീയമായി ഇത് നടപ്പാക്കുന്നു. ഇപ്പോൾ മഹേഷ് ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇതിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒറ്റ സാധ്യതയും കാണുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ U-ടേൺ എന്നുള്ള ഒരു അലങ്കാരം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൈവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പിന്നോട്ടടിപ്പിക്കുന്നുണ്ടാവാം. ഇനി ഒരു പ്രതിച്ഛായ നഷ്ടം ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. പക്ഷേ ഇതെന്നെല്ലാം കൊണ്ട് എന്നെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകാധിപതി ലൈറ്റ് വേർഷൻ ഈ വീര്യം കുറഞ്ഞ മദ്യനികുതി ഇളവ് പ്രഖ്യാപനത്തോടു കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്വയം ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ അവരോധിക്കുന്നത് VD സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏകാധിപതിയുടെ മുഖമുദ്ര എന്താ? അദ്ദേഹം ഭരണാധികാരിയുടെ ഹിതം മാത്രം. അദ്ദേഹമാണല്ലോ നമ്മുടെ ഭരണാധികാരി, ഏറ്റവും തലപ്പത്തുള്ളയാൾ. അദ്ദേഹത്തിൻ്റെ ഹിതം മാത്രം നടപ്പാക്കുന്ന ഒരാളായി അദ്ദേഹം വരികയാണ്. അതിൽ കൂട്ടുത്തരവാദിത്തമില്ല, മറ്റു കൂടിയാലോചനകളില്ല, ഒന്നുമില്ല. ഇത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഈ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ മഴവിൽ മുന്നണിയാണല്ലോ, ഇത്രയധികം കക്ഷികളില്ലേ ഇതിനുള്ളിൽ. ഏറ്റവും കൂടുതൽ വടക്കൻ കേരളത്തിലേക്ക് എത്രമാത്രം UDFിന് അധികാരത്തിലെത്തുവാൻ വേണ്ടി പ്രയത്നിച്ച ഒരാളാണ് ലീഗിന് വലിയ എതിർപ്പാണ്. ആർക്ക് ഏത് കോണിൽ നിന്നാണ് എതിർപ്പ് ഉയരാത്തത്? സമസ്തയില്ലേ, AP വിഭാഗമില്ലേ, EK വിഭാഗമില്ലേ, ജമാഅത്തെ ഇസ്ലാമി ഇല്ലേ, KCBC ഇല്ലേ? ഇനി ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട്? ഇനിയിപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ VM സുധീരൻ വരുന്നില്ലേ? ഏറ്റവും വലിയ ശബ്ദമല്ലേ, വലിയ മുന്നറിയിപ്പല്ലേ, ഇത് പിന്മാറണം എന്ന് തന്നെയല്ലേ പറയുന്നത്. മാത്രവുമല്ല വഴിവിട്ട കാര്യങ്ങൾ, പിൻവാതിൽ ലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നും കൂടിയല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു വലിയ സംശയമുണ്ടല്ലോ, ഇദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്തിരിക്കുന്നു? 2 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് 6-7 ഡെസ്കിലൂടെ ഇത് കടന്നുപോയി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെയും 24 ദിവസം ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഇത് വെക്കുന്നു. അതിനുശേഷം ബജറ്റിൻ്റെ തലേന്ന് രാത്രി 10 മണിക്കുള്ളിൽ ഇതിൽ ഒപ്പിട്ട് പിന്നീട് പിറ്റത്തെ ദിവസം ഇത് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഒരു കൂടിയാലോചനയുമില്ല, ഒരു മറ്റ് കൂട്ടുത്തരവാദിത്തമോ ഇക്കാര്യത്തിൽ പുലർത്തിയിട്ടില്ല. മാത്രവുമല്ല അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഏകാധിപതി ലൈറ്റ് വേർഷൻ ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി ഇതിൽ പറയാം. ഇനി ഇത് ധനബില്ലിൽ കൂടി ഇത് ഉൾപ്പെടുത്തും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാധ്യതകളാണല്ലോ ഇനി ചേരേണ്ടത്. ഇപ്പോൾ ഇന്ന് എക്സൈസ് മന്ത്രി ലിജു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതായത് അതിനു മുമ്പ് അത് മദ്യനയമാണ് ഏറ്റവും അവസാന വാക്ക്. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് എക്സൈസ് മന്ത്രിയും പറയുന്നത്. മദ്യനയമാണ് അവസാന വാക്ക്. മദ്യനയം തീരുമാനിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അപ്പോൾ നിശ്ചയിക്കേണ്ട നികുതിയാണ്, അപ്പോൾ ഈ നികുതി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ 120% എന്നുള്ള നികുതിക്കാണ് വിൽപ്പന നടത്തുക. ഇതാണ് ഇതിൻ്റെ ഒരു ന്യായം. ഇതൊരു വലിയ ക്യാപ്സ്യൂളാണ് ഇവരെ സംബന്ധിച്ച്. അതുകൊണ്ട് അതിന് യാതൊരു വിലയും ഈ ധനബില്ലിൽ ഇത് ഉൾപ്പെടുന്നതോടുകൂടി ഇല്ലാതാകും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിനു മുമ്പ് ഏത് മദ്യക്കമ്പനി വന്നിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാലും ഞാൻ ആ അപേക്ഷ തള്ളും, എക്സൈസ് വകുപ്പ് എന്ന നിലയ്ക്ക് ആ അപേക്ഷ തള്ളും എന്നുള്ളതാണ്. പക്ഷേ
അതുകൊണ്ട് മാത്രം അത് തീർന്നോ എന്നുള്ളതല്ലേ അതിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനൊരു ധനബില്ലിൽ കൂടി വരുന്നതോടുകൂടി KN ബാലഗോപാൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിൽ നിന്ന് നിയമമായി സംസ്ഥാനത്ത് ഇത് നിയമമാകുന്നു. അപ്പോൾ ഈ ബക്കാടി എന്ന് പറഞ്ഞ ഈ പ്രസ്തുത കമ്പനിക്ക് കോടതിയെ സമീപിക്കാം. അപ്പോൾ സർക്കാർ പറയും ഇവിടെ മദ്യനയമായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അനുമതി കൊടുക്കുന്നില്ല. ആദ്യം സർക്കാരിലേക്ക് വരും, സർക്കാർ പറയും ഇവിടെ മദ്യനയമായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിന് അനുമതി തരില്ല എന്ന് പറയും. അപ്പോൾ അവർ നേരെ കോടതിയിൽ പോകും. കോടതിയിൽ പോയിട്ട് അവർ പറയും 2023 ഇങ്ങനെ ഒരു ചട്ടഭേദഗതിയുണ്ട്, അതുമാത്രവുമല്ല ഇപ്പോൾ ഇവിടെ ഒരു സ്ലാബുമുണ്ട്, ഒരു നികുതി ഘടനയുമുണ്ട്, അപ്പോൾ ഞങ്ങൾക്കിത് വേണമെന്ന്. സർക്കാർ അവിടെയും പോയി കൈമലർത്തും, ഞങ്ങൾക്ക് മദ്യനയമില്ല എന്നും പറയും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ മുൻ സർക്കാരിനെ പഴിചാരും, അവരാണ് ഉണ്ടാക്കി വെച്ചതെന്ന്. അത് പോട്ടെ, പക്ഷെ നികുതി ഘടന സ്ലാബ് മുൻകൂട്ടി തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ അതും കൂടെ കാണിക്കുന്നതോട് കോടതി നോക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ തടസ്സങ്ങളില്ല, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ. ഇവർക്ക് മദ്യനയം ആയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കോടതിയിൽ പോയിട്ട് ആ മദ്യനയം മാത്രം ബേസ് ചെയ്തിട്ടല്ലല്ലോ ഒരു അനുകൂല വിധി സമ്പാദിക്കുവാൻ പറ്റുക. അപ്പോൾ ബക്കാടി കമ്പനിക്ക് തീർച്ചയായും അവർക്ക് അവരുദ്ദേശിക്കുന്നത് പോലെ ഈ നികുതി ഘടനയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ മദ്യം വിൽക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴാണ് വീണ്ടും ഞാൻ പറയുന്നത്, VD സതീശൻ അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം പറയുമ്പോൾ അതിലൊരു വിചാരിച്ച കാര്യം അദ്ദേഹം നടത്തിയെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം ഏകാധിപത്യപരമായ രീതിയിൽ, ഏകപക്ഷീയപരമായ രീതിയിൽ ടീം UDF എന്നൊക്കെ പറഞ്ഞ അധികാരത്തിൽ വന്നിട്ട് പോലും അദ്ദേഹം ഏകപക്ഷീയമായ രീതിയിൽ ഒരു തീരുമാനമെടുക്കുന്നു. അത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ ഏതു വഴിയും അദ്ദേഹം തേടുന്നു എന്നുള്ളതാണ്. അതിനൊരു മുഴ മുമ്പെയാണ് എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് മദ്യനയം ഞങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. ആ മദ്യനയത്തിൽ ഇല്ലെങ്കിൽ പോലും ധനബില്ലിൽ നിന്ന് അദ്ദേഹം ഇത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത്തരം കടമ്പകൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കടമ്പ കടക്കുവാൻ വേണ്ടി ആരൊക്കെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നും ഇതുപോലെ പറയും, ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരൊരു മദ്യനയം നേരത്തെ ഒരു ചട്ടഭേദഗതി ഇവിടെ സംഭവിച്ചു പോയതുകൊണ്ടല്ലേ ഇവർക്കിപ്പോൾ ഇങ്ങനെ കോടതിയിൽ പോകാൻ പറ്റിയിരിക്കുന്നത് എന്നൊക്കെയായിരിക്കും അന്ന് പറയാം. കാരണം ഇപ്പോൾ തന്നെ ഈ വിഷയത്തിലും PM ശ്രീയിലുമൊക്കെ നേരത്തെ ഒപ്പിട്ട് ഫണ്ട് വാങ്ങി എന്നുപോലും ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളെയും വിശ്വസിപ്പിക്കാൻ പറ്റിയവരാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്നും N ഷംസുദ്ദീൻ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി, ഇത് മറ്റവർ ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ടല്ലേ നമ്മളിപ്പോൾ ഇതിൽ പെട്ടിരിക്കുന്നത്, നമ്മുടെ ഉപസമിതി ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയാണ്. അന്നും ഇതുപോലെ തന്നെ പറയും, ഇവർ 2023 ഈ ചട്ടഭേദഗതി കൊണ്ടുവന്നതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇത്രയും പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു നികുതി ഘടന ഇവിടെ ഈ നിലക്ക് നിശ്ചയിച്ചത് കൊണ്ട് എന്തെങ്കിലും ആയോ എന്നൊക്കെ അന്നും ചോദിക്കും. സത്യത്തിൽ ലീഗിൻ്റെയൊക്കെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. PM ശ്രീ വിഷയത്തിൽ ഷംസുദ്ദീൻ പറഞ്ഞത് കത്തിയും കഴുത്തും കൊണ്ടുപോയി കേന്ദ്രത്തിൽ വെച്ച് കൊടുത്തില്ലേ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് പറയേണ്ടതെന്നറിയോ? കത്തിയും കഴുത്തും കൊണ്ട് VD സതീശന് വെച്ച് കൊടുത്തില്ലേ ലീഗ് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ തന്നെ കൊടുത്തില്ലേ, ഇനിയിപ്പോൾ മുറിവേക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മുറിവ് സുഖപ്പെടുത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി ചിലപ്പോൾ അടുത്ത വല്ല നിർദ്ദേശങ്ങളും തരുമ്പോൾ അതനുസരിക്കുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പറയുന്നത് പോലെ VM സുധീരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇവരെ പോലെയുള്ളവർ ഒരു ശക്തമായ നിലപാടെടുക്കണം. പക്ഷേ UDFൽ ഇത് ചർച്ച ചെയ്യുന്നു പറഞ്ഞിട്ട് ധനബില്ല് 1-ാം തീയതി അല്ലേ വരിക? 1-ാം തീയതിക്ക് മുന്നിലായിട്ട് ഏതെങ്കിലും ഒരു യോഗം വിളിക്കാൻ തയ്യാറെടുത്തതായോ, ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തതായോ, KPCC തന്നെ യോഗം വിളിക്കണം എന്നുണ്ടായിരുന്നു. ഇതിലെന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത്തരം തീരുമാനങ്ങളില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇത് ധനബില്ലിൽ ഉൾപ്പെടുത്തുവാൻ തന്നെയായിരിക്കും ഉദ്ദേശം. കാരണം അതിന് മുമ്പ് വേണമല്ലോ സാങ്കേതികമായി നമ്മൾ ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇതും കൂടെ തീരുമാനിച്ചിട്ടാണല്ലോ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മുന്നിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറാനുള്ളൊരു സാധ്യതയുമില്ല. അതേപക്ഷം UDFൽ ചർച്ച ചെയ്യുന്നുള്ളത് ഈ സാഹചര്യത്തെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി മാത്രം അദ്ദേഹം ഇപ്പോൾ പറയുന്നു എന്നുള്ളതാണ്. ഇതിൽ M ലിജു മന്ത്രി ഇക്കാര്യത്തിൽ പരസ്യമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് ചിലപ്പോൾ വായിച്ചെടുക്കാൻ പറ്റില്ല അതൃപ്തി. പക്ഷേ ഒരു വകുപ്പ് എന്നുള്ളതിൽ അത് നമുക്ക് ഇവിടെ ചില അധികാരങ്ങളുണ്ട്, നമുക്കൊരു വോയിസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഈ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായാലും തിരിച്ചറിയാനായിട്ടുണ്ട്. പിന്നെ പ്രത്യക്ഷത്തിൽ ഈ വിധത്തിൽ നാനാവിധത്തിലായി പോയോ എന്നുള്ളത് ജനങ്ങളെ കൂടി അറിയിക്കേണ്ട എന്ന നിലക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെയെങ്കിലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ശ്യാമൽ, ഇതിനകത്ത് ഈ മുസ്ലിം ലീഗിൻ്റെ അവസ്ഥയാണ് ശരിക്കും പരിതാപകരം. ശ്യാമൽ പറഞ്ഞു, അതായത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇപ്പം മാധ്യമപത്രം അവരുടെ സ്വന്തം നിലക്ക് എഡിറ്റോറിയൽ എഴുതിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളൊന്നും വന്നിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മളത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടായിട്ട് അങ്ങ് പരിഗണിച്ചാൽ അവർ ശക്തമായിട്ട് അവരുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു ഈ മുഖപ്രസംഗത്തോടു കൂടി എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അവരെ മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് പോലും അനുകൂലിച്ച ആളായിരുന്നു VD സതീശൻ എന്ന് ഓർക്കണം. എന്നിട്ടും പക്ഷേ
തങ്ങളുടെ ഈ കാര്യത്തിലെ നിലപാട്, ശക്തമായിട്ടുള്ള എതിർ നിലപാട് പറയാൻ അവർക്ക് മടിയൊന്നും ഉണ്ടായിട്ടില്ല. അവരത് പറഞ്ഞു. പക്ഷേ ലീഗിൻ്റെ അവസ്ഥ പരിതാപകരമാണല്ലോ. ലീഗിനത് പറയാൻ പറ്റില്ല. ലീഗിന് ഒരു മുഖപത്രമുണ്ട്, ലീഗിനകത്ത് എന്തെങ്കിലും എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ലീഗ് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മുന്നണിക്ക് പുറത്താണ്, ലീഗ് മുന്നണിക്കകത്താണ്. പക്ഷേ ലീഗിന് മേലുള്ളൊരു ബാധ്യത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇങ്ങനെ ആയതുകൊണ്ട് ലീഗിന് പോയിട്ട് സമസ്ത ഇന്നിപ്പോൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, അതായത് ഞങ്ങൾ എല്ലാത്തരം സംഗതികൾക്കും എതിരാണല്ലോ, നയമൊക്കെ അവരുടെ കാര്യമാണ്, പക്ഷേ ഞങ്ങൾ എല്ലാത്തിനും എതിരാണല്ലോ. ഇപ്പോൾ മുസ്ലിം ലീഗിന് മുന്നണി യോഗം വന്നാൽ അല്ലെങ്കിൽ മുന്നണി യോഗം വിളിച്ചാൽ എന്താ പറയാൻ പറ്റുക? ഇതിനനുകൂലമായി നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യവും കൂടി വിറ്റോളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ അത് ശക്തമായിട്ട് എതിർക്കാൻ പറ്റുമോ? അങ്ങനെ എതിർത്തിട്ട് കാര്യമുണ്ടോ? അതുമില്ല. അപ്പോൾ ആകപ്പാടെ നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് മുമ്പ് അതിശക്തമായിരിക്കും മുസ്ലിം ലീഗ് എന്നാണ് പറഞ്ഞെങ്കിൽ ഈ PMCയും മദ്യവും എല്ലാം ചേർന്നിട്ട് ദുർബലമായിട്ടുള്ള ഒരു ലീഗിനെയാണ് കാണുന്നത് ഈ ദിവസം വരെ എന്നതാണ് കഥ. അതായത് ഈ മുമ്പ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്ന, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഇങ്ങനെ അഴകുഴ പറയേണ്ടി വന്ന ഒരേ ഒരു മന്ത്രി അവരുടെ ഭാഗത്താണ്. ആദ്യം KM ഷാജി, ഒരേ ഒരു മന്ത്രി എന്നും പറയില്ല. രണ്ടാമത് ഷംസുദ്ദീൻ എങ്ങനെയാണ് പറയുക? ഇതുവരെ അദ്ദേഹം പിടിച്ചു നിന്നിട്ടുണ്ട്, പക്ഷേ എത്ര കാലം അങ്ങോട്ട് കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തി നിൽക്കാൻ പറ്റുക? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. ഇതിൻ്റെ ആകെ തുക അപ്പോൾ ഇങ്ങനെയാണ്: രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്നുപോലെയാവും. അതായത് VD സതീശനും നമ്മളിപ്പോൾ ആരോപിക്കപ്പെടുന്ന ബക്കാടി കമ്പനിയും, ഈ കമ്പനിക്കും ഏറ്റവും അവസാനത്തെ ഒരു തുക എന്നുള്ളത് നല്ല പത്തരമാറ്റായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുക, നല്ല സ്പിരിറ്റിൽ നിന്നുള്ള മദ്യം ഏറ്റവും അവസാനം ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലും അനുകൂല സാഹചര്യവും, കമ്പനിക്ക് ലാഭം 600 കോടിയോളം ലാഭം കമ്പനിക്ക് ഉണ്ടാവുന്നു എന്നാണല്ലോ പറയുന്നത്. ഒറ്റക്കാരോടെ പറയട്ടെ, ഇതിനകത്ത് ഈ UDF സർക്കാർ ഇത്രമാത്രം ചർച്ച നടത്തിയപ്പോഴും നമ്മൾ കാണാത്ത കേൾക്കാത്ത ഒരു കാര്യം കഴിഞ്ഞ സർക്കാരുകളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന നിലപാട് ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററും ഇന്നലെ MB രാജേഷും ആവർത്തിച്ചൊരു കാര്യം, പഴങ്ങളിൽ നിന്നും കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നൊരു പദ്ധതി കൂടി അവർക്കുണ്ടായിരുന്നു. അത് കർഷകർക്ക് നല്ല തോതിൽ ഗുണം ചെയ്യുന്നതാണ്. ഇന്നും അദ്ദേഹം അത് വിശദീകരിക്കേണ്ടത്, നല്ല തോതിൽ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് കൂടെ ഗുണം ചെയ്യും, നടക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് കൂടെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രമാത്രം വലിയ വിഷയമായിട്ട് പോലും അങ്ങനെ ഒരു പോയിന്റ് ഇവരാരും UDFൻ്റെ ഭാഗത്ത് ഒരാൾ പോലും ഉന്നയിക്കുന്നില്ല എന്ന് കൂടെ ഓർക്കണം. ഇതിപ്പോൾ ബക്കാടി മുതലാളിക്ക് നല്ല കാശ് കിട്ടും എന്നതൊഴിച്ചാൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഈ നിർവചനത്തിനകത്തേക്ക് ഞങ്ങളും മുൻ സർക്കാരിനെ പോലെ ഈ നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൂടെ ഇത് ചെയ്തിട്ടുള്ള മദ്യം കൂടെ കൊണ്ടുവരും എന്നൊരു വരി പറഞ്ഞാൽ അതിനകത്ത് ഒരു ജനാനുകൂലത വരുമായിരുന്നു. അതില്ല. പക്ഷേ സർക്കാരിന്, മുൻ സർക്കാരിന് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല. ആ ഒരു വ്യത്യാസം കൂടെ നമ്മൾ കാണണം. തീർച്ചയായും. ശക്തമായ എതിർപ്പ് മൂലം മദ്യനയത്തിലെ അന്തിമ തീരുമാനം UDFന് വിട്ടെങ്കിലും വിവാദമായ നികുതി കുറയ്ക്കൽ പിൻവലിക്കാൻ VD സതീശൻ തയ്യാറല്ല. UDF അനുമതി കിട്ടിയാൽ ബജറ്റ് നിർദ്ദേശിച്ച നികുതിയാകും ചുമത്തുകയെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. നികുതി കുറച്ചത് അതേപടി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ലിൽ വന്നാൽ മദ്യ കമ്പനികൾക്ക് അപേക്ഷയുമായി സമീപിക്കാം. മദ്യനയം തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞ് അപേക്ഷ നിരസിച്ചാൽ കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കാനും മദ്യ കമ്പനികൾക്ക് ഇതുവഴി സാധിക്കും. അങ്ങനെ വന്നാൽ വളരെ എളുപ്പം വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിൽക്കാൻ മദ്യ കമ്പനികൾക്ക് കഴിയും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഉൾപ്പെടുത്തിയുള്ള ധനകാര്യ ബില്ലിൽ ഘടകകക്ഷികളുടെ പിന്തുണ ഉണ്ടാകുമോ എന്നും ഇപ്പോഴും വ്യക്തമല്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് പിൻവലിക്കണമെന്നും ധനബില്ലിൽ നികുതി ഘടന പാടില്ലെന്നുമുള്ള VN സുധീരന്റെ കടുംപിടുത്തം എങ്ങനെ മറികടക്കുമെന്നതും കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്.